ആശാവർക്കർമാരുടെ പ്രശ്നം കേൾക്കാൻ വീണ്ടും യോഗം. ആശമാരുടെ പ്രശ്നം പഠിക്കാൻ രൂപീകരിച്ച കമ്മിറ്റിയാണ് യോഗം വിളിച്ചത്. ഈ മാസം 30-ന് രാവിലെ യോഗം ചേരും. സെക്രട്ടേറിയറ്റിലെ സൗത്ത് കോൺഫറൻസ് ഹാളിൽ നടക്കുന്ന ഹിയറിംഗിന് ഓരോ ട്രേഡ് യൂണിയനും സമയം നൽകി. വിവരങ്ങളുമായി ഹാൻസ് ജോൺ ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. ഹാൻസ്, ഒടുവിൽ ആശമാരുടെ പ്രശ്നം വീണ്ടും കേൾക്കാൻ തന്നെയാണ് സർക്കാരിന്റെ തീരുമാനം, പ്രത്യേകിച്ച് ആശമാർക്കുള്ള ഓണറേറിയം ഒക്കെ പ്രഖ്യാപിച്ച ഒരു പശ്ചാത്തലത്തിൽ. തീർച്ചയായും രുചീഷ്, കഴിഞ്ഞ മാസമാണ് ഇത്തരത്തിൽ സംസ്ഥാന സർക്കാർ ആശമാരുടെ പ്രശ്നങ്ങൾ കേൾക്കുന്നതിനായി ഒരു സമിതിയെ നിയോഗിച്ചത്. 5-അംഗ സമിതിയായിരുന്നു. വനിതാ ശിശുവികസന വകുപ്പ് ഡയറക്ടർ ഹരിത വി കുമാറാണ് ഈ കമ്മീഷൻ്റെ അല്ലെങ്കിൽ ഈ കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ. ഈ കമ്മിറ്റി രൂപീകരിച്ച് ഏകദേശം ഒരു മാസം പിന്നിടുമ്പോഴാണ് ഇപ്പോൾ ഒരു യോഗത്തിനായി ഇപ്പോൾ ആശാവർക്കർമാരുടെ അസോസിയേഷൻ അടക്കമുള്ള എല്ലാ ട്രേഡ് യൂണിയനുകളെയും വിളിച്ചിരിക്കുന്നത്. കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ, അതിനോടൊപ്പം തന്നെ ആശമാരുടെ മറ്റ് ട്രേഡ് യൂണിയനുകളായിട്ട് CATU, INTUC, STU, അതിനോടൊപ്പം തന്നെ AATUC, ഇത്തരത്തിൽ ഈ 5 ട്രേഡ് യൂണിയനുകളെയും സംയുക്തമായിട്ടാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ളൊരു യോഗത്തിന് ക്ഷണിച്ചിരിക്കുന്നത്. ഈ യോഗം ഈ വരുന്ന 30-ാം തീയതി സെക്രട്ടേറിയറ്റിലെ സൗത്ത് കോൺഫറൻസ് ഹാളിലാണ് നടക്കുന്നത്. രാവിലെ 10:30 മുതലാണ് തങ്ങൾ കേൾക്കാൻ അല്ലെങ്കിൽ ആശമാരുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ സമയം നൽകിയിരിക്കുന്നത്. വൈകിട്ട് 4:15 വരെ ഈ യോഗം ഉണ്ടാകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിനോടൊപ്പം തന്നെ ഈ യോഗത്തിൽ പ്രത്യേകമായ ഒരു നിബന്ധന കൂടി സർക്കാർ വച്ചിട്ടുണ്ട്. ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന അല്ലെങ്കിൽ ഈ ഹിയറിംഗിൽ പങ്കെടുക്കുന്ന ട്രേഡ് യൂണിയനുകളിലുള്ള ആളുകൾ 3 പേരിൽ 3 പേരിൽ 2 പേർ ആശാവർക്കർമാരാവണം എന്നുള്ളൊരു നിബന്ധന കൂടി സർക്കാർ ഈ നിർദ്ദേശത്തിൽ വച്ചിട്ടുണ്ട്. ഇപ്പോൾ ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ്റെ സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള സദാനന്ദൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. നിങ്ങളുടെ സംഘടന ഇതിനോടകം തന്നെ കമ്മിറ്റി എന്നുള്ള ആവശ്യം നിരാകരിച്ചിട്ടുള്ളതാണ്. പക്ഷേ ഈ കമ്മിറ്റി ഇപ്പോൾ ഒരു മാസത്തിനപ്പുറം യോഗം ക്ഷണിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ഹിയറിംഗിന് വിളിപ്പിച്ചിരിക്കുന്നു. എന്താണ് പ്രതികരണം? ഞങ്ങൾ നിരാകരിച്ചിട്ടില്ല. ഏപ്രിൽ 3-ാം തീയതി നടന്ന മന്ത്രിതല ചർച്ചയിൽ ഞങ്ങളൊരു കാര്യം പറഞ്ഞുള്ളൂ, കമ്മിറ്റി ആവശ്യമുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പഠിക്കാൻ വേണ്ടിയിട്ടും ഒരു നയം രൂപീകരിക്കാനും കമ്മിറ്റി ആവശ്യമുണ്ട്. പക്ഷേ 2 കാര്യങ്ങൾക്ക് കമ്മിറ്റി ആവശ്യമില്ല. ഓണറേറിയം നൽകുന്നതിനും അതേപോലെ വിരമിക്കൽ ആനുകൂല്യം കൊടുക്കുന്നതിനും. കൂലി കൂടുതൽ കൊടുക്കാൻ വേണ്ടിയിട്ട് കമ്മിറ്റി ആവശ്യമേ ഇല്ല. ഓണറേറിയം ഇവിടെ എപ്പോഴും പല കാര്യങ്ങളും വർദ്ധിച്ചിട്ടുണ്ട്, അന്നൊന്നും കമ്മിറ്റി ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ വർദ്ധിപ്പിക്കാവുന്നതുള്ളൂ. മാത്രമല്ല, ചർച്ചയുടെ ഭാഗമായിട്ടാണത് പറഞ്ഞത്. ഒരു ഒത്തുതീർപ്പ് ചർച്ചയുടെ ഭാഗമായിട്ട് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത് ആണത്. കമ്മിറ്റിയുടെ ആവശ്യമില്ല. ഇത് രണ്ടും ഒഴിച്ചുള്ള കാര്യങ്ങൾക്ക് കമ്മിറ്റി ആവശ്യമുണ്ട് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഏതാണ്ട് ഒരു മാസവും ഒരാഴ്ചയും എന്തായാലും ആശമാരുടെ പ്രശ്നം പഠിക്കാനുള്ള കമ്മിറ്റി എന്തായാലും എല്ലാ ട്രേഡ് യൂണിയനെയും ചേർത്തുള്ള യോഗം തീരുമാനിച്ചിരിക്കുകയാണ്. വിവരങ്ങൾ നൽകിയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന് ഹാൻസ് ജോൺ.